ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 9th ഹിന്ദി ബൂഠി കാക്കി എന്ന ഷസ്തി ബ്ലർബ് എന്ന ആ ഒരു ചാപ്റ്ററിനോട് ചേർന്ന് അതിൻ്റെ ഒരു മാതൃകയായിട്ട് പ്രേംചന്ദിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവൽ ഗോദാനിനെ പറ്റി ഒരു ഷസ്തിയുടെ ഒരു മാതൃക നമുക്ക് തന്നിട്ടുണ്ട് പഠിക്കാൻ. അപ്പൊ അത് പേജ് നമ്പർ 22-ലാണ്. ഷസ്തി എന്താണ്, ബ്ലർബ് എന്താണ് എന്നും ബൂഠി കാക്കി എന്ന് പറയുന്ന പ്രസിദ്ധമായ കഥയെക്കുറിച്ച്, പ്രേംചന്ദിന്റെ കഥയെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ ഒരു ബ്ലർബ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആ ബ്ലർബിനെ പറ്റി അല്ലെങ്കിൽ ഷസ്തിയെ പറ്റി അതിന് ഒരു മാതൃകയാണ് ഗോദാനിനെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു ഷസ്തി കൊടുത്തിട്ടുണ്ട്. ആ ഷസ്തി എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക, കയ്യിൽ ഇതുപോലൊരു പെൻസില് കരുതുക. ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് പറയുമ്പോൾ അറിയാൻ വയ്യെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ എഴുതിയെടുക്കുക. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. നമുക്ക് നോക്കാം. പേജ് നമ്പർ 22, കിതാബ് കി ഷസ്തി കാ ഏക് നമൂന പഠേം എന്നാണ് അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. പുസ്തകത്തിന്റെ ബ്ലർബിന് അഥവാ ഷസ്തിക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം എന്നും പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് ഗോദാനിനെ പറ്റി കൊടുത്തിരിക്കുന്നത്, ഗോദാമിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. प्रेमचंद के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्र मिलता है. പ്രേംചന്ദിന്റെ ജീവിതത്തെ, പ്രേംചന്ദിന്റെ നോവലിൽ ഒരു ഭാഗത്ത് ഏക് തരഫ്, ഒരു ഭാഗത്ത് കിസാൻ ജീവൻ കാ വിശദ ചിത്രം മിൽത്താ ഹേ. ഇപ്പൊ നോവലിൽ ഒരു ഭാഗത്ത് കർഷകരുടെ അതല്ലെങ്കിൽ കർഷകന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു വിശദമായ ചിത്രീകരണം ഉണ്ടെങ്കിൽ വഹി ദൂസരി ഓർ, മറുവശത്ത് മറ്റൊരു ഭാഗത്ത് ഉന്മേം പതനശീൽ ഔർ ഉദീയമാന സാമാജിക ശക്തിയോം കി അസാധാരണ പഹചാൻ ദിഖായി ദേത്തി ഹേ. ഒരു ഭാഗത്ത് കർഷകന്റെ ജീവിതത്തെ കുറിച്ച് വിശദമായിട്ട് ചിത്രീകരിക്കുന്നുവെങ്കിൽ മറുഭാഗത്ത് ഉന്മേം പതനശീൽ, അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന, പതനശീൽ എന്ന് പറഞ്ഞാൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന, ഔർ ഉദീയമാൻ സാമാജിക ശക്തിയോം കി, ഉദീയമാൻ ഉയർന്നു വരുന്ന സാമൂഹിക ശക്തികളുടെ അസാധാരണ പഹചാൻ, അസാധാരണമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ദിഖായി ദേത്തി ഹേ, നമുക്ക് കാണപ്പെടാം. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലിന്റെ ഒരു ഭാഗത്ത് കർഷകന്റെ ജീവിതത്തിന് സ്പഷ്ടമായ ഒരു ചിത്രീകരണമുണ്ട്, മറുവശത്ത് അവരിൽ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നതും ഉയർന്നു വരുന്നതുമായിട്ടുള്ള സാമൂഹിക ശക്തികൾക്ക് അസാധാരണമായ ഒരു അംഗീകാരവുമുണ്ട്, ഒരു പഹിച്ചാൻ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഗോദാൻ അനേക അർത്ഥോമേം സർവധാ അനൂഠി രചന ഹേ. അനൂഠി രചന എന്ന് പറഞ്ഞാൽ വിചിത്രമായ രചന എന്നാണ്. ഗോദാൻ അനേക അർത്ഥോമേം, പല കാര്യങ്ങളിലും, സർവധാ എല്ലായ്പ്പോഴും, അനൂഠി രചന ഹേ വിശിതമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു രചനയാണ്. ഗോദാൻ പല കാര്യങ്ങളിലും തികച്ചും സവിശേഷമായ ഒരു സൃഷ്ടിയാണ്. ഇസ്മേ മുനാഫെ ഔർ മെഹനത്ത് കി ദുനിയാ കെ ബീച്ച്, ഇതിൽ മുനാഫെ ലാഭത്തിന്റെയും മേഹനത്ത് കി പരിശ്രമത്തിന്റെയും അഥവാ കഠിനാധ്വാനത്തിന്റെയും ദുനിയാ കെ ബീച്ച്
ലോകത്തിന്റെ ഇടയിൽ ഗഹരായി ഖായിക്കു, വളരെ ആഴത്തിലുള്ള ഒരു വിടവ്. ഖായി എന്ന് പറഞ്ഞാൽ വിള്ളൽ അഥവാ വിടവെന്നാണ്. ഉനോനെ ബഡി ബാരീക്കി സെ ചിത്രൻ കിയാ ഹേ, വളരെ സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഗോദാനിൽ. गोदान में അടുത്ത പാരഗ്രാഫാണ്. गोदान में अनेक किसान पात्रों को उभार कर रखने के बदले, ഗോദാൻ എന്ന് പറയുന്ന നോവലിൽ അനേകം കഥാപാത്രങ്ങളെ എടുത്ത് കാട്ടുന്നതിന് പകരം, കെ ബദലെ എന്ന് പറഞ്ഞാൽ പകരം, ഉൻകാ ധ്യാൻ ഹോരി പർ കേന്ദ്രിത രഹതാ ഹേ, അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഹോരിയിൽ മാത്രമാണ്. ഹോരി എന്ന് പറയുന്നത് സമസ്ത കർഷകരുടെയും ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഗോദാനിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്ത് ഇല്ല. ഉസ്കെ ചരിത്രമേം അഥവാ ഹോരിയുടെ ചരിത്രത്തിൽ, ഹോരി എന്ന കഥാപാത്രത്തിലൂടെ ഉൻ തമാം കിസാനോം കി വിശേഷതയും, മുഴുവൻ കർഷകരുടെയും, തമാം എന്ന് പറഞ്ഞാൽ മുഴുവൻ കർഷകരുടെയും വിശേഷതയും സവിശേഷതകൾ മൗജൂദ് ഹേ, ഉൾക്കൊണ്ടിരിക്കുന്നു, പ്രസന്റ് ആണ്. മുഴുവൻ സവിശേഷതകളും അതിൽ പ്രസന്റ് ആണ്. ജോ ജമീന്ദാരോം और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पिसने के लिए अभिशप्त है, मौजूद है जो जमींदारों, അതിൽ എല്ലാ കർഷകരുടെയും സവിശേഷതകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മറ്റൊന്ന് ജോ ജമീന്ദാരും, ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ഭൂവുടമകൾ, അവർ മഹാജനങ്ങളുടെയും ജമീന്ദാരന്മാരുടെയും ഭൂവുടമകളുടെയും മഹാജനങ്ങളുടെയും ധീമേ ധീമേ മന്ദഗതിയിലുള്ളതോ കിന്തു ബിനാരുക്കെ ചലനെ വാലി ചക്കീമേ, എന്നാൽ ഇടതടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചക്കി, ആട്ടുകല്ല് അല്ലെങ്കിൽ പൊടിക്കാൻ ഉപയോഗിക്കുന്ന മില്ല്, അതിനാണ് ചക്കി എന്ന് പറയുന്നത്, പൊടിമില്ല്. അപ്പൊ ഇടതടവില്ലാതെ, മന്ദഗതിയിലാണെങ്കിലും ഇടതടവില്ലാതെ അഥവാ കണ്ടിന്യൂസ് ആയിട്ട് അഥവാ നിലയ്ക്കാതെയുള്ള ആ മില്ലിൽ, ചക്കീമേം പിസ്നെ കെ ലിയെ, മില്ലിൽ പൊടിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അഭിശപ്ത് ഹേ, വിധിക്കപ്പെട്ടവരാണ്. ആര്? ഈ കർഷകർ. ബാർ ബാർ പഠിനെ കെ ബാദ് ഭി ഇസ് രചന കി താജഗി ഖദം നഹി ഹോത്തി, പല തവണ വായിച്ചു കഴിഞ്ഞാലും ഇസ് രചന കി താജഗി, ഈ രചനയുടെ പുതുമ, താജഗി എന്ന് പറഞ്ഞാൽ പുതുമ, ഈ രചനയുടെ പുതുമ ഖദം നഹി ഹോത്തി, ഒരിക്കലും അവസാനിക്കുകയില്ല. വായിക്കും തോറും നമുക്ക് അതിന് ആ രചനയെ മുഴുവനായി വായിക്കുവാൻ, ആ നോവൽ മുഴുവനായിട്ട് വായിക്കുവാനുള്ള ഒരു ആങ്ഷൈറ്റി, ഒരു അതിയായ താല്പര്യം നമുക്ക് ഉണ്ടാകും എന്നാണ് ലേഖകൻ പറയുന്നത്. അതേപോലെയുള്ളതാണ് ഈ ശസ്തി. നമുക്കറിയാം, ശസ്തി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയോ, ഏതെങ്കിലും ഒരു സിനിമയെ പറ്റിയോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രചനയെ പറ്റിയോ, അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയോ മുൻകൂട്ടി മറ്റുള്ള ആളുകൾക്ക് താല്പര്യമുണ്ടാക്കാൻ, മറ്റുള്ള ആളുകളിൽ ഒരു ആങ്ഷൈറ്റി ഉണ്ടാക്കുവാൻ, ഒരു താല്പര്യം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്, ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ശസ്തി അഥവാ ബ്ലർബ്
എന്ന് പറയുന്നത്. അങ്ങനെ ഗോദാനിന്റെ ഈ ബ്ലർബ് വായിക്കാലും ഈ ശസ്തി വായിക്കുമ്പോഴും നമുക്ക് ഗോദാൻ മുഴുവനായിട്ട് എപ്പോഴെങ്കിലും കിട്ടിയാൽ ഉറക്ക വിളച്ചിരുന്ന് വായിക്കണം എന്ന് തോന്നുന്ന രീതിയിലാണ് ഇവിടെ ഈ ശസ്തി പറഞ്ഞിരിക്കുന്നത്. യഹ് ഉസ്കി മഹാനദാഹേ, ഇത് അദ്ദേഹത്തിന്റെ മഹത്വമാണ് എന്ന് പറയുന്നു. ശക്തി എല്ലാ ടെക്സ്റ്റ് ബുക്കുകളുടെയും ബാക്കിൽ ആണ് കാണപ്പെടുന്നത്. അതാണ് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വായിക്കുന്നതിന് മുൻപ് വായനക്കാരൻ ആദ്യമേ ശക്തി അഥവാ ബ്ലർബാണ് വായിച്ചു നോക്കുന്നത്. ആ ശക്തി അഥവാ ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഏകദേശം മനസ്സിലാകും. ആ കണ്ടന്റ് നമുക്ക് വായിക്കാൻ താല്പര്യം തോന്നുന്ന തരത്തിലുള്ളതാണ് ബ്ലർബെങ്കിൽ നമ്മളത് വായിക്കും. അതാണ് ആ എഴുത്തുകാരൻ്റെ ഒരു വലിയ ഒരു മേന്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോദാൻ എന്ന് പറയുന്ന ഈ ശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഹിന്ദി ചേംബറിൻ്റെ ഏത് ക്ലാസ്സിലും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഏത് ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഹിന്ദിക്ക് ഉറപ്പായിട്ടും മുഴുവൻ മാർക്കും നേടിയെടുക്കുവാൻ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് സഹായകമായി തീരുമെന്ന് എനിക്ക് വലിയ ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹിന്ദി ചേംബറിലെ എല്ലാ ക്ലാസ്സുകളും കാണുക, മറ്റുള്ള കുട്ടികൾക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗോദാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.